ഇന്ന് നമ്മൾ പോകുന്നത് മധ്യപ്രദേശിലെ ജബൽപൂർ സിറ്റിയിലുള്ള, അതായത് സിറ്റിയിൽ നിന്ന് ഒരു 6-7 കിലോമീറ്റർ ദൂരത്തുള്ള ബാലൻസിങ് റോക്ക് കാണാനാട്ടോ. നമ്മൾ മധ്യപ്രദേശ് ടൂറിസം ഒന്ന് അടിച്ചു നോക്കിയാൽ, അതായത് മധ്യപ്രദേശ് ടൂറിസം ജബൽപൂർ നമ്മൾ അടിച്ചു നോക്കിയാൽ നമുക്ക് ഈ ബാലൻസിങ് റോക്ക് എന്ന് പറഞ്ഞ ഒരു സംഭവം കാണാം. അപ്പോൾ നെറ്റിലൊക്കെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് വർഷങ്ങളായിട്ട് നാച്ചുറലായിട്ട് രൂപപ്പെട്ട, അതായത് നിലനിൽക്കുന്ന കുറച്ച് പാറക്കൂട്ടങ്ങളാണ്. അപ്പോൾ അതിൻ്റെ കാഴ്ചകളൊക്കെ ഒന്ന് നമുക്കുള്ളിൽ കയറി കാണാം. നമ്മളിവിടെ നേരെ റോഡ് മുറിച്ച് കിടന്ന് ഇവിടെ ചെറിയൊരു വിക്കറ്റ് കയറ്റ് ഉണ്ട് കേട്ടോ, ഇതിനുള്ളിൽ കിടക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ ഇവിടെ ഫീസോ കാര്യങ്ങളോ ഒന്നുമില്ല, ആർക്ക് വേണമെങ്കിലും എപ്പം വേണമെങ്കിൽ വരാം, കാണാം. ഇതിൻ്റെ ഒരു സൈഡ് വ്യൂ മൊത്തം നമുക്ക് റോഡ് സൈഡ് നിന്ന് തന്നെ കാണാം. വളരെ കുറച്ച് സ്പേസിലുള്ള ഒരു സംഭവമാണ്. അപ്പോൾ ഇതിനുള്ളിൽ കയറി കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ ഈ ബാലൻസിങ് റോക്കിൻ്റെ ഫ്രണ്ട് വ്യൂ കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കയറി ഈ നേരെ മുന്നിൽ കാണുന്നതാണ് ബാലൻസിങ് റോക്ക്. ആരോ ബാലൻസ് ചെയ്ത് വെച്ച മാതിരി കാണുന്നത്. ഇതാണ് ബാലൻസിങ് റോക്കിൻ്റെ പേരിൽ നമ്മൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഈ ഒരു ഫോട്ടോ ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ അതിൻ്റെ അനുബന്ധമായിട്ടുള്ള കുറേ പാറക്കൂട്ടങ്ങൾ വേറെ ഉണ്ട്, വലിയ വലിയ പാറകൾ. അതും ഇതേമാതിരി തന്നെ വേറൊരു പാറൻ്റെ മുകളിൽ വേറൊരു പാറ എന്നുള്ളതിൽ ഒരു ബാലൻസ് ചെയ്ത് നിൽക്കുന്ന മാതിരിയാണ് ഇവിടെ കാണാൻ പറ്റിയ ആ സീൻ നമുക്ക് കണ്ടുനോക്കാം. നല്ല പച്ചപ്പും കാര്യങ്ങളുള്ള ഒരു സമയമാണ് ഇപ്പം, കാരണം മഴക്കാലമാണ്. ആ വലിയ പാറയെ കണ്ട ബാലൻസ് ചെയ്ത് നിർത്തിയ മാതിരി. പിന്നെ നല്ല വേനൽക്കാലത്ത് ഇവിടെ വന്നിട്ട് നമുക്ക് ഈ ഒരു സീൻ, നല്ലൊരു സീനൊന്നും കാണാൻ പറ്റില്ല. കാരണം കംപ്ലീറ്റ് മരങ്ങളും ചെടികളൊക്കെ ഉണങ്ങി കരിഞ്ഞ് നിൽക്കും, നല്ല ചൂടായിരിക്കും. ഇപ്പം നല്ല പച്ചപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ടോട്ടലി പച്ചപ്പും കാര്യങ്ങളുടെ ഇടയിൽ കൂടെ നമ്മൾ ഈ റോക്ക് കാണുമ്പോൾ ഒരു നല്ലൊരു സൈറ്റ് സീനാണ്. പിന്നെ പറഞ്ഞാൽ ഇത് വളരെ കുറച്ച് ഷോർട്ട്, അതായത് വളരെ ചെറിയ സ്പേസ് ഉള്ളൊരു സംഭവമാണിത്. ഞാനിപ്പോൾ നമ്മളിപ്പോൾ ഈ വീഡിയോ കാണിക്കുന്ന എത്ര സ്പേസേ ഇവിടെ ഉള്ളൂ. കാരണം ഇതിൻ്റെ സറൗണ്ടിങ് ഒക്കെ റോഡും കാര്യങ്ങളൊക്കെയാണ്. ഇപ്പോൾ ഗവൺമെൻറ് ഇത് ടൂറിസത്തിൽ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ ഇത് കാണാനായിട്ട് നമ്മളിവിടെ വരികയാണെങ്കിൽ നമുക്ക് വമ്പൻ ലോസാണ്. കാരണം ഇവിടെ പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെ നമുക്കൊരു മെച്ചം എന്ന് വെച്ചാൽ ഇതിൻ്റെ തൊട്ട അടുത്താണ് ഇവിടെയുള്ള വേറൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനായ നമ്മളെ മദൻ മഹൽ ഫോർട്ട്. അപ്പോൾ അതിൻ്റെ ഇവിടെ തൊട്ടടുത്തായതുകൊണ്ട് നമുക്ക് ഇതും കൂടി കണ്ടിട്ട് നമുക്ക് അങ്ങോട്ട് പോകാമെന്നുള്ളൊരു ബെനിഫിറ്റാണുള്ളത്. അപ്പോൾ ഈ ബാലൻസിങ് റോക്ക് എന്ന് പറഞ്ഞ കാഴ്ച നമുക്ക് കാണാൻ ഇത്രയേ ഉള്ളൂ. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ വീഡിയോൻ്റെ താഴത്ത് കമൻ്റ് ആയിട്ട് കേട്ടോ.